ഹായ് ഗേസ്, ഇറ്റ്സ് മീ കൊറിയൻകൾ. എല്ലാവരുടെ വീട്ടിലും താറാവും കോഴിയൊക്കെ വളർത്തുമല്ലേ? അപ്പോൾ നമ്മൾ വളർത്തുന്നുണ്ട് താറാവും കോഴിയൊക്കെ, പക്ഷെ കൂടെ ചില സാധനങ്ങൾ കൂടെ നമ്മൾ വളർത്തുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാൻ കേട്ടോ. അന്ന് ഞങ്ങളുടെ വീട്ടിൽ, ആക്ച്വലി എൻ്റെ വീടല്ല, എൻ്റെ വല്യമ്മയുടെ വീടാണ്. അപ്പോൾ അവിടെ ഇന്ന് 2 അതിഥി വന്നിട്ടുണ്ടായിരുന്നു. വാവാ സുരേഷിൻ്റെ ഭാഷയിൽ പറഞ്ഞ അതിഥി, പക്ഷെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പാവൊന്നും ചെയ്യുന്നു എന്ത് വേണേലും ഒക്കെ പറയാം കേട്ടോ. ഇതിവിടെ പതിവാണ്. ഇത് മീൻകുളത്തിൽ താറാവിന് കയറി വരാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പത്തിന് ഇട്ടിരുന്ന വലയാണ്. അതിനകത്താണ് ഇത് കയറി കുരുങ്ങിയിരിക്കുന്ന. ഈ കുളത്തിനകത്ത് മീനെയൊക്കെ പിടിക്കാനോ അങ്ങനെ ഇറങ്ങുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പതിവാണ്. അപ്പോൾ ഇന്നിപ്പോൾ 2 എണ്ണം കുടുങ്ങി കിടപ്പുണ്ടായിരുന്നു, ഒരെണ്ണം ഈ സൈഡിലും ഒരെണ്ണം അപ്പുറത്തെ സൈഡിലായിട്ട്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാണ്. അപ്പോൾ ജീവനുണ്ട്, പക്ഷേ ഏതാണ്ടൊക്കെ ചാവാറായിട്ടുണ്ട്. പിന്നെ ഒരുപാട് കഠിന പരിശ്രമത്തിനൊടുവിലാണ് ഇതിനെ അഴിച്ചു വിട്ടത്. കാരണം ഇതിപ്പോൾ ഇത് കുടുങ്ങിയിട്ട് 2-3 ദിവസമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ് സംഭവം ഇതിനെ തുറന്നു വിടാനല്ല, കുഴിച്ചിടാൻ പറ്റിയത്. സത്യം പറഞ്ഞാൽ ചത്തുപോയി. പിന്നെ ഒരുപാട് ധൈര്യമുള്ള ആളുകളുണ്ടല്ലോ 2 ഏക്കർ ദൂരം നിന്നിട്ട് കുത്തി നോക്കുന്നത്. അങ്ങനെ ആദ്യം എന്തേ കുരുക്കഴിക്കാനായിട്ട് വന്നത് മാമനാണ്. മാമൻ എവിടെയോ പോകാൻ വേണ്ടി റെഡി ആയിട്ടൊക്കെ നിന്നിട്ടാണ് ഇത് അഴിച്ചിടാൻ വേണ്ടിയിട്ട് വന്നത്. പിന്നെ അവസാനം മാമന് പോകേണ്ടി വന്നപ്പോൾ ആ ദൗത്യം ഞാനങ്ങ് ഏറ്റെടുത്തു. ഒരുപാട് നേരം, ഏതാണ്ട് ഒരു അരമണിക്കൂറോളം കഷ്ടപ്പെട്ടു. കാരണം അതിന് കുറച്ച് ജീവൻ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ വേദനിപ്പിക്കാനും വയ്യ. എന്നാൽ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പേടി ഇല്ലാതിരിക്കില്ലല്ലോ അല്ലേ. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നിന്നിട്ടാണ് സംഭവം ഇതിനെ എല്ലാത്തിനെയും അഴിച്ചെടുത്തത്. ഫൈനലി അതിൻ്റെ കെട്ടറുത്ത് താഴെ ഇട്ടു. ഇനി അതിനെ എടുത്ത് അടുത്തൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകണം. കാരണം ഒരെണ്ണം കൂടി ഇവിടെ കിടപ്പുണ്ട്. അത് കുറച്ച് അപ്പുറത്തായിട്ട്. ഇതിന് മുമ്പ് ഇതുപോലെ ചേര കുടുങ്ങിയ സമയത്ത് എടുത്ത് മാറ്റിയിട്ടിരുന്ന വലയാണ്. ചേരയൊക്കെ എടുത്ത് മാറ്റിയിട്ടിരുന്ന വലയാണ്. അതേ വലയിൽ തന്നെ പിന്നെ ഒരു ചേര വന്ന് കുടുങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഓൾറെഡി ചത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചത്തത് വടി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കയറിയിട്ട് ഏതാണ്ട് 2-3 ദിവസത്തോളമായി. അപ്പോൾ ഇന്നാണ് അതിനെ ഒന്ന് എടുക്കാൻ പറ്റിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിയപ്പോൾ കൊത്താൻ നിൽക്കുന്ന പോലെ നിൽക്കുമായിരുന്നെന്നാണ് പറഞ്ഞത്. ഞാനില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇതൊരുമാതിരി വടി പോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിനെ അറുത്തെടുത്തു. പിന്നെ അതിനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അടുത്ത് തന്നെ ഒരു കുഴി എടുത്തു. അത്യാവശ്യം ആഴത്തിലാണ് കുഴി എടുത്തത്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ പന്നി കുത്തി മറിച്ച് ഇളക്കി ഇടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പന്നിക്കും കുരങ്ങിനും പട്ടിക്കും ഒന്നിനും ഒരു കുറവും ഇല്ലാത്ത ഏരിയയാണ്. അങ്ങനത്തെ 2 പേരെ അതിനകത്തോട്ടിട്ട് കുഴിച്ച് മൂടുവാണ്. ഒരു 2 ദിവസം മുന്നേ ആയിരുന്നെങ്കിൽ മേ ബി ചെറിയ പരിക്കുകളോടെയൊക്കെ അതിനെ രക്ഷപ്പെടുത്തി വിടാമായിരുന്നു. പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഇപ്പോൾ ആദ്യം ഒരെണ്ണത്തിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നെ നമ്മളതിനെ എടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് മരിച്ചുപോയി. ഞങ്ങൾ കുറേ നേരം വെളിയിൽ തന്നെ ഇട്ട് തട്ടിയൊക്കെ നോക്കിയത് ചത്തുവെന്ന് കൺഫേം ആയിട്ടാണ് കുഴിച്ചിടുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയൊക്കെ എന്തെങ്കിലും സംഭവിക്കാനുണ്ടെങ്കിൽ പറയണം. കൊച്ചുകുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ ചേരയ്ക്ക് പകരം ഒരു പാമ്പായിരുന്നുണ്ടെങ്കിൽ അപകടം കൂടുതലായിരുന്നു. ഞങ്ങൾ ഇതിൽ നിൽക്കില്ലായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.